പോർച്ചുഗലിന് തത്തമ്മ പണി കൊടുത്തൊരു കഥയാണ് മക്കളെ ഞാൻ പറയാൻ പോകുന്നത്. റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് vs പോർച്ചുഗൽ. ഒരു സമനില മാത്രം മതിയായിരുന്നു. നിങ്ങൾ ഇന്നലത്തെ മാച്ച് നമ്മുടെ ലൈവ് കമൻട്രിയിൽ ഇംഗ്ലീഷിലാണ് കണ്ടതെന്നുണ്ടെങ്കിൽ അതിനകത്ത് കമൻറ്റേറ്റേഴ്സ് മാച്ചിന് തുടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമനില മാത്രം മതി. എന്നാൽ അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ല. എന്താണ്, അവർക്കൊരു കിഡിലൻ വിൻ ഉണ്ടായാൽ മാത്രമേ അവർക്ക് അവരുടെ ഈ വേൾഡ് കപ്പ് സാധ്യതകൾ ലൈവാക്കി വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു തുടങ്ങിയ കമൻറ്റേറ്റേഴ്സ് പറഞ്ഞൊരു കാര്യമാണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി മാച്ച് പെർഫോമൻസ് വേണമെന്നുള്ളത്. എന്തായാലും അത് കമൻറ്റേറ്റേഴ്സ് തന്നെ കണ്ടു എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റിയത്. സത്യത്തിൽ പോർച്ചുഗീസിൻ്റെ എല്ലാ പ്ലേയേഴ്സിനും എന്തൊക്കെയോ പറ്റിയതുപോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടാവും. അതിനൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗലിന് വേണ്ടിയിട്ട് കളിക്കുന്ന കരിയർ ഇതിനകത്ത് പുള്ളിക്കാരൻ്റെ ആദ്യത്തെ റെഡ് കാർഡാണ് ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മെച്യൂരിറ്റി കാണിക്കേണ്ടതായിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചൊരു പെർഫോമൻസ്, ഫാൻസ് പ്രതീക്ഷിച്ചൊരു പെർഫോമൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നില്ല എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ഇതിൽ അവരുടെ മിസ്റ്റേക്സും അവരുടെ ഒരു കളിയെ ലൈറ്റാക്കി എടുത്തത് തന്നെയാണ് ഈ മത്സരം തോൽക്കാനായിട്ടുള്ളൊരു റീസൺ. എന്തായാലും ക്രിസ്ത്യാനോ ഹേറ്റേഴ്സിന് ആഘോഷിക്കാനുള്ള ഒരു വകുപ്പായി എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ അവരെന്ത് പറയും, തത്തമ്മയെ പൂച്ച പൂച്ച. അപ്പം എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് കറോ ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്.